ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. നെന്മാറ സജിത കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 2019 സെപ്റ്റംബർ മാസം 31-ാം തീയതിയാണ് സജിതയെ തന്റെ കുടുംബ പ്രശ്നത്തിന് കാരണമാകുന്ന ഇടപെടലുകൾ നടത്തി എന്ന സംശയത്തിന്റെ പേരിൽ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നത്. വീട്ടിൽ കയറിയാണ് ആ ദാരുണമായ കൊലപാതകം നടത്തിയത്. ദൃക്സാക്ഷികളുടെയും സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സജിത വധക്കേസിൽ ചെന്താമര നാടിനെ നടുക്കിയ കുറ്റകൃത്യത്തിന് കാരണക്കാരനായ ക്രൂരനായ ഒരു മനുഷ്യൻ ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ വിചാരണയുടെ കാലതാമസവും ഒക്കെയായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എത്രയും പെട്ടെന്ന് ആ വിധി ഉണ്ടായിരിക്കുകയാണ്. ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഗോകുൽ വി എസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുല, സുപ്രധാനമായ പ്രഖ്യാപനം കോടതിയുടെ ഭാഗത്തു നിന്ന് എത്തിയിരിക്കുകയാണ്. ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതിനുശേഷം ഈ സജിതയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശിക്ഷ അനുഭവിക്കുമ്പോൾ ജാമ്യത്തിലിറങ്ങി ചെന്താമര നടത്തിയ ഇരട്ട കൊലപാതകമടക്കം എത്രമേൽ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളാണ് ചെന്താമര എന്ന കാര്യത്തിൽ സമൂഹത്തിന് ബോധ്യം വന്ന അവസ്ഥയുണ്ട്. ആ കാര്യങ്ങളൊക്കെ കോടതിയുടെ മുന്നിലുമുണ്ട്. സജിത കൊലപാതക കേസിൽ നെന്മാറ സജിത കൊലപാതക കേസിൽ ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഗോകുൽ, കുറ്റക്കാരനാണെന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനുശേഷം ശിക്ഷാവിധി പക്ഷേ ഇതിനുശേഷം ഇന്നോ അതോ അതിനുശേഷമോ ഉണ്ടാകും. എപ്പോഴാണ് ശിക്ഷാവിധി എന്നുള്ളതിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷെ വളരെ പ്രധാനപ്പെട്ട കേസാണ്. നിർണായകമായ ഈ കേസിൽ കോടതി ചെന്താമരയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഇരട്ട കൊലപാതകത്തിന് മുൻപ് നടന്ന ആദ്യ കേസ്, അത് ചെന്താമരയെ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചെന്താമരയോട് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയോട് ചെന്താമര പറഞ്ഞത്. ശിക്ഷാവിധി 16-ന് ഉണ്ടാകും എന്നുള്ളതാണ് പുതിയതായി കോടതിയിൽ നിന്ന് വരുന്ന വിവരം. അതായത് എത്ര വർഷം ചെന്താമര ഇനി ജയിലിൽ കിടക്കണം എന്നുള്ളത് 16-നാണ് കോടതി പറയുക എന്നുള്ളതും ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു പുതിയ വാർത്തയാണ്. യാതൊരു തരത്തിലും കൂസലില്ലാതെ ആണ് പ്രതി കോടതിക്കുള്ളിൽ നിന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഒന്നും തന്നെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് ഒന്നും പറയാനില്ല എന്നുള്ള മറുപടി മാത്രമാണ് ചെന്താമരയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ വിഷയത്തിൽ ശിക്ഷ എന്താണ്, ചെന്താമരയ്ക്ക് എന്താണ് ശിക്ഷ എന്നുള്ളത് 16-ന് അറിയാൻ കഴിയും. ഏതായാലും ഈ കേസിൽ കോടതി ചെന്താമരയെ കുറ്റക്കാരനായി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്തെല്ലാമാണ് അതിൽ കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്, പ്രതിയുടെ സ്വഭാവത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൽ പരാമർശിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വ്യക്തമാകൂ. ഏതായാലും ഈ വളരെ നിർണായകമായ വിധിയാണ്. പോത്തുണ്ടി ഇരട്ട കൊലപാതകം, നെന്മാറ ഇരട്ട കൊലപാതകം എന്നൊക്കെ അറിയപ്പെടുന്ന കേസ് വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു. ആ കേസിന്റെ തുടക്കം എന്ന് പറയുന്നത് സജിത വധക്കേസിലാണ്. സജിതയെ ചെന്താമര കൊല്ലുന്നു. അതിനുശേഷം ഇറങ്ങിയതിനു ശേഷം സജിതയുടെ ഭർത്താവിന്റെ അമ്മയെയും ചെന്താമര കൊല്ലുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കേസ്. ഈ ഇരട്ട കൊലപാതകം വന്നപ്പോഴാണ് ഈ കേസ് വലിയ രീതിയിൽ കേരളത്തിൽ ശ്രദ്ധ ചെലുത്തുന്നതും വലിയ രീതിയിൽ ചർച്ചയാകുന്നതുമെല്ലാം തന്നെ. അന്ന് പോലീസിന്റെ വീഴ്ചകളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. കോടതി ചേരുമ്പോൾ ശിക്ഷാവിധി ഉണ്ടാകും എന്നുള്ളതായിരുന്നു ആദ്യം ലഭിച്ചിരുന്ന വിവരങ്ങൾ. 16 എന്ന കൃത്യമായ വിവരം ലഭ്യമാകുന്നുണ്ട് അല്ലേ? ഇപ്പോൾ കോടതിയിൽ നിന്ന് അതിലൊരു വ്യക്തത വന്നിരിക്കുന്നു. വിധി 16-ന് പറയും. സാധാരണ രീതിയിൽ ഇത്തരത്തിൽ കേസുകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടുവരാറ്, പാലക്കാട് ജില്ലാ കോടതിയിലൊക്കെ നമ്മൾ കണ്ടുവരാറ്, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ഒരു പക്ഷേ അന്ന് വൈകിട്ടോ പിറ്റേയോ ദിവസം തന്നെ വിധി പറയുന്ന രീതിയാണ്, അല്ലെങ്കിൽ ശിക്ഷ പറയുന്ന രീതിയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ന് 16-നാണ് ഈ കേസിലെ ശിക്ഷ എന്താണ്, ചെന്താമര എത്ര വർഷം ജയിലിൽ കിടക്കണം, ഇരട്ട ജീവപര്യന്തമാണോ അതോ തൂക്കുകയറാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ 16-നാണ് ഒരുപക്ഷെ ഇനി അറിയാൻ കഴിയുക. എന്താണ് കോടതിയുടെ വിധി, എന്താണ് കാര്യങ്ങൾ കോടതി പരിഗണിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. 66 സാക്ഷികൾ ഇതിൽ വിസ്തരിച്ചു. ഇതിൽ ഒരു സാക്ഷി പോലും കൂറുമാറിയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം. ചെന്താമരയുടെ ഭാര്യയും അതോടൊപ്പം തന്നെ ചെന്താമരയുമായി അടുത്ത് നിൽക്കുന്ന സഹോദരനും ഒക്കെ തന്നെ ചെന്താമരയ്ക്കെതിരെ ഈ കേസിൽ സാക്ഷി പറഞ്ഞു എന്നുള്ളതും നമ്മൾ കണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ വളരെ ചെയ്യപ്പെട്ട ഈ കേസിലാണ് ഇപ്പോൾ ചെന്താമരയെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇനി അതിൽ എന്ത് ശിക്ഷ, ചെന്താമര ജീവപര്യന്തമാണോ അതോ മറ്റെന്തെങ്കിലും ശിക്ഷയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ 16-നാണ് അറിയാൻ കഴിയുക. നമുക്ക് ആദ്യം തന്നെ ഈ കേസിൽ ഒരുപക്ഷെ ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്നില്ല, അത് 16-നാണ് ഇനി കോടതി ഈ ശിക്ഷ വിധിക്കുക. ഏതായാലും ഇതിൽ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ചെന്താമര കുറ്റക്കാരനാണ് എന്നുള്ളതാണ്.